തുടരുകയാണ്. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താത്തതിൽ കടുത്ത അതൃപ്തിയുമായി നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നു. തന്നോട് കാണിച്ചത് അനീതിയാണെന്നും വിയോജിപ്പുണ്ടെന്നും വോട്ടെടുപ്പ് ആവശ്യമില്ല എന്നും പി ജയരാജൻ പറഞ്ഞു. എം സ്വരാജിന്റെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റ് സ്റ്റാറ്റസ് ആക്കിയിരിക്കുകയാണ് പി ജയരാജന്റെ മകൻ ജെയിൻ രാജ്. പാനലിനോട് വിയോജിപ്പ് അറിയിച്ചിരിക്കുകയാണ് മേഴ്സിക്കുട്ടിയമ്മ. മുൻ കാലഘട്ടങ്ങളിൽ പാർട്ടി ആളുകളെ തെരഞ്ഞെടുക്കുന്നത് സംഘടനാ മികവിന്റെ അടിസ്ഥാനത്തിൽ ആയിരുന്നുവെന്ന് എ പത്മകുമാർ പറയുന്നു. വീണ ജോർജിനെ തെരഞ്ഞെടുത്തത് പത്തനംതിട്ടയിലെ പാർട്ടിയോട് കാണിച്ച നീതികേട് എന്നാണ് പ്രതികരണം. പാർട്ടിയുടെ ഒരു കമ്മിറ്റിയിലേക്ക് ഒരു ആളിനെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ അവർ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാണ് സാധാരണ നിലയ്ക്ക് CPM പോലൊരു പാർട്ടി അല്ലെങ്കിൽ ഒരു തൊഴിലാളി വർഗ പാർട്ടി അതിൻ്റെ നേതൃത്വത്തിലേക്ക് സാറിനെ എടുക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഇവിടെ KP ഉദയഭാനു, രാജു എബ്രഹാം ഇവരൊക്കെ എടുത്തതിനകത്ത് ഇപ്പോൾ എന്നേക്കാൾ ജൂനിയറാണ്. പക്ഷേ എനിക്ക് ആ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമില്ല. പക്ഷേ വീണ ജോർജ് കഴിഞ്ഞ 9 വർഷം മുമ്പ് തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ വേണ്ടി ഇവിടെ വരുന്നു, മത്സരിക്കുന്നു, അത് കഴിയുമ്പോൾ മന്ത്രിയാവുന്നു. ഇപ്പം ഞാനൊക്കെ 52 വർഷമായിട്ട് 50 വർഷത്തിലധികമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതിനേക്കാൾ നല്ല പ്രവർത്തനമായിരിക്കാൻ ചിലപ്പോൾ അവരുടെ കഴിവ് 9 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമാണ് അവർക്കുള്ളത്. പണ്ട് SFI ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അങ്ങനൊരു ഒരു ഒരു നമ്മുടെ ജില്ലയിലെ പാർട്ടിയോട് കാണിച്ച ഒരു നീതികേടാണ് എന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ അതുകൊണ്ടാണ് അങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. സ്വാഭാവികമായിട്ട് CPM-ന്റെ ഒരു സംഘടനാ നിലപാടനുസരിച്ച് അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നുള്ളത് എനിക്കറിയാം. സ്വാഭാവികമായിട്ട് ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് നടപടി എൻ്റെ പേരിൽ എടുക്കേണ്ടതാണ്. ഞാൻ ആ നടപടി അംഗീകരിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായി തന്നെ തുടരും. ഈ പാർട്ടിയിൽ നിന്ന് മറ്റേ അതിനേക്കാൾ കടുത്ത നടപടി വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് ആലോചിക്കാം. ഇപ്പം എന്തായാലും ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ പത്മകുമാറുമായി ഇന്ന് നേരിട്ട് കൂടിക്കാഴ്ച നടത്തുമെന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞു. പത്മകുമാർ പാർട്ടിയുടെ പ്രിയങ്കരനായ നേതാവാണെന്നും എന്തുകൊണ്ട് പ്രതികരണം ഉണ്ടായി എന്ന് പരിശോധിക്കുമെന്നും രാജു എബ്രഹാം പറഞ്ഞു. എ പത്മകുമാർ പത്തനംതിട്ട പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന സമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയോ ക്ഷണിക്കുകയോ ചെയ്തിട്ടില്ല എന്നൊരു പ്രതികരണം അദ്ദേഹം ആദ്യം നടത്തിയിരുന്നു. എന്തായാലും അത് പാർട്ടി വളരെ ഗൗരവത്തോടു കൂടി തന്നെ അത് പരിശോധിക്കും. മന്ത്രി എന്ന നിലയിൽ വളരെ സ്തുത്യർഹമായ സേവനമാണ് വീണ ജോർജ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും നയപരമായ തീരുമാനങ്ങൾ ചർച്ച ചെയ്യുന്ന സമിതിയാണ് സംസ്ഥാന കമ്മിറ്റി. അത്തരമൊരു സംസ്ഥാന കമ്മിറ്റിയിൽ മന്ത്രിമാർക്ക് പറയാനുള്ള കാര്യങ്ങൾ അത് പറയാനുള്ള ഒരു വേദിയാണ് സംസ്ഥാന സമിതി. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സമിതിയിലേക്ക് മന്ത്രിമാരെ പ്രത്യേകം ക്ഷണിക്കുന്നത്. അതേസമയം പത്മകുമാറിന് മറുപടിയുമായി AK ബാലൻ രംഗത്തെത്തി. എല്ലാവരെയും സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്താൻ ആകില്ല എന്നും പത്മകുമാറിന്റെ വിഷമം പുറത്ത് പ്രകടിപ്പിക്കേണ്ടതല്ല എന്നും ബാലൻ പറഞ്ഞു. ഇപ്പോൾ പത്മകുമാറിന് എന്തെങ്കിലും വിഷമതകൾ ഉണ്ടെങ്കിൽ അത് പുറത്ത് പ്രകടിപ്പിക്കേണ്ടതല്ല. 5.5 ലക്ഷം പാർട്ടി മെമ്പർമാരിൽ നിന്ന് ഒരു ക്രീമായിട്ടുള്ള നിരവധി ആൾക്കാർ നമ്മുടെ പാർട്ടിയിലുണ്ടല്ലോ. അവരെല്ലാം ഇതിലേക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൽ നിന്ന് അതാത് കാലഘട്ടത്തിൽ പാർട്ടിക്ക് സംഭാവന ചെയ്യാൻ പറ്റാവുന്ന ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നു. അതിൻ്റെ അർത്ഥം ഇവരൊക്കെ മോശക്കാരെന്നല്ല. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VS അനുവും പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബുവും ചേരുകയാണ്. അനു, ഇന്നലെ പത്മകുമാറിന്റെ ഭാഗത്ത് നിന്ന് ആദ്യ വെടിപൊട്ടി. അദ്ദേഹം ലാൽ സലാം പറഞ്ഞ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. പിന്നീട് അത് പിൻവലിക്കുകയൊക്കെ ചെയ്തെങ്കിലും അദ്ദേഹം വളരെ പരസ്യമാക്കുകയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ. നമ്മുടെ മൈക്കിന് മുന്നിലാണ് അദ്ദേഹത്തിന്റെ വിയോജിപ്പ്. അതും ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവർ സംസ്ഥാന സമിതിയിൽ വരാൻ യോഗ്യയല്ല, തന്നേക്കാൾ എന്തു മികവാണുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് അതൃപ്തി പരസ്യമാക്കുന്നു. ഒപ്പം ജയരാജന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന്റെ മകൻ തന്നെ എം സ്വരാജ് ഇട്ട മുമ്പൊരവസരത്തിൽ ഇട്ട പോസ്റ്റ് വർത്തമാനകാല ഇന്ത്യയിൽ മറിച്ചൊരു വിധി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ നിഷ്കളങ്കരെ എന്നുള്ള പോസ്റ്റിനെ സ്റ്റാറ്റസ് ആക്കുന്നു.
അപ്പോൾ മുൻപ് ഉള്ളതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അതൃപ്തി കാര്യമായി തന്നെ പരസ്യമാവുകയാണ്. ഒരു CPM സംഘടനാ സംവിധാനത്തിനകത്ത് പാർട്ടി ചട്ടക്കൂടുകളെ ഭയന്ന് ആരും അതൃപ്തി പരസ്യമാക്കാതിരിക്കുന്നില്ല എന്നുള്ളതാണ് ഈ സംസ്ഥാന സമ്മേളനം കഴിയുമ്പോഴുള്ള ഈ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് തോന്നുന്നു. അനു, ിന്റെ ആ സമ്മേളന കാലങ്ങൾ ഇപ്പൊ 2005 മലപ്പുറം സമ്മേളന ശേഷമാണ് ഇത്തരത്തിൽ ഒരു വിഭാഗീയ പ്രവർത്തനങ്ങൾ അതിങ്ങനെ നേർത്ത് വരുന്നത്. വലിയ ഇപ്പൊ VS സമ്മേളന നഗരിയിൽ നിന്നും വീട്ടിലേക്ക് ഇറങ്ങിപ്പോയതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ വലിയ വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് പല ഘട്ടങ്ങളിൽ CPIM IMന്റെ സംസ്ഥാന സമ്മേളനങ്ങൾ വേദിയായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള ഒരു അതിരൂക്ഷമായ വിഭാഗീയത അല്ല, പകരം ഇവിടെ ചില വിയോജനങ്ങളാണ്, അല്ലെങ്കിൽ എതിർപ്പുകളാണ്, അല്ലെങ്കിൽ ഉൾപ്പെടുത്താത്ത പ്രശ്നങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഉന്നയിക്കുന്നത്. P. ജയരാജനെ സംബന്ധിച്ച് അദ്ദേഹം ഇത്തവണ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരുമെന്നുള്ള വാർത്തകൾ വരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ചില പ്രതീക്ഷകളൊക്കെ പലയിടത്തും പറയുന്നു. പക്ഷേ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തുമ്പോൾ P. ജയരാജൻ ഉൾപ്പെടുന്നില്ല. ഇന്നലെ ഈ പ്രതിനിധി സമ്മേളനത്തിന് ശേഷം, മറുപടികൾക്ക് ശേഷം ആണ് നിലവിലെ സംസ്ഥാന സമിതി ചേർന്നിട്ട് പുതിയ സംസ്ഥാന കമ്മിറ്റിയുടെ പാനൽ മുന്നോട്ട് വെക്കുന്നത്. ആ പാനൽ മുന്നോട്ട് വെച്ചപ്പോൾ മേഴ്സിക്കുട്ടിയമ്മ ഈ പാനലുമായി ബന്ധപ്പെട്ട ഭിന്നത അല്ലെങ്കിൽ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു. പുതിയ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർമാരുടെ പാനൽ വെച്ചപ്പോഴാണ് P. ജയരാജൻ ഇത് അനീതിയാണ് എന്നുള്ള ഒരു നിലപാട് വ്യക്തമാക്കിയത്. അനീതിയാണ്, തനിക്ക് ഇക്കാര്യത്തിൽ വിയോജിപ്പുണ്ട്, പക്ഷേ ആ വിയോജിപ്പുണ്ടെങ്കിലും അത് വോട്ടെടുപ്പിലേക്ക് പോകേണ്ടതില്ല എന്നുള്ള കാര്യം കൂടി P. ജയരാജൻ പറഞ്ഞു വെക്കുന്നത്. അതിന് കൃത്യമാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ ഒരു വോട്ടെടുപ്പ് നടന്ന് ജയിക്കാനുള്ള സാധ്യതയൊന്നും ഇന്ന് ഈ സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെക്കുന്ന പാനലിനെയും നിലവിലെ നേതൃത്വം മുന്നോട്ട് വെക്കുന്ന പാനലിനെതിരായിട്ടുള്ളൊരു നീക്കമൊന്നും യാതൊരു കാരണവശാലും ഉണ്ടാകാൻ ഇടയില്ല. നമുക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയിക്കോട്ടെ, സംസ്ഥാന കമ്മിറ്റി ആയിക്കോട്ടെ, എല്ലാം അങ്ങനെ ഒരു പിണറായിക്കെതിരായോ അല്ലെങ്കിൽ അങ്ങനെ നേതൃത്വത്തിനെതിരായോ സംസാരിക്കുന്ന എത്ര പേരുണ്ട് എന്നുള്ളത് പോലും ഏറ്റവും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ പ്രതിനിധി സമ്മേളനത്തിൽ പൊതുചർച്ചയിലൊന്നും ഈ ആഭ്യന്തര വകുപ്പിനെതിരെ പോലും ഒരു വിമർശനം പോലും ഉയർന്നില്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾ പരിശോധിക്കണം. അങ്ങനെയുള്ള വിയോജിപ്പ് മേഴ്സിക്കുട്ടിയമ്മയും P. ജയരാജനും ഉന്നയിക്കുന്നു. പക്ഷെ പത്മകുമാറിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി രൂക്ഷമാണ് ആ ഒരു വിമർശനം. അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റിനേക്കാൾ വലിയ പ്രതികരണമാണ് ഇന്നിപ്പോൾ നമ്മുടെ മൈക്കിന് മുന്നിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത് അനീതിയാണെന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. കാരണം അദ്ദേഹം പറയുന്നത് ഇപ്പൊ രാജു അബ്രഹാം ആയിക്കോട്ടെ, ഇപ്പൊ ജയമോഹൻ ആയിക്കോട്ടെ, ഇവരൊക്കെ പത്മകുമാറിനൊക്കെ വളരെ ജൂനിയർ ആയിട്ടുള്ള പാർട്ടി മെമ്പർമാരാണ്. പക്ഷെ അവർക്ക് പരിഗണന കൊടുക്കുന്നു, അവരെ സംസ്ഥാന സമിതിയിലേക്ക് കൊണ്ടുവരും. പക്ഷേ അതിനെ പത്മകുമാർ എതിർക്കുന്നില്ല. പകരം പത്മകുമാറിന്റെ ടാർഗറ്റ് മറ്റൊന്നാണ്, അല്ലെങ്കിൽ പത്മകുമാറിന്റെ വേദന മറ്റൊന്നാണ്. ഈ ആറന്മുള സീറ്റിൽ പണ്ട് പരിഗണിച്ചിരുന്ന ഒരാളാണ് പത്മകുമാർ, അല്ലെങ്കിൽ പാർട്ടി പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയി പോലും പരിഗണിച്ചിരുന്ന ആളാണ് പത്മകുമാർ. അന്ന് പിണറായി പക്ഷത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവായിരുന്നു പത്തനംതിട്ടയിൽ പത്മകുമാർ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആകുമെന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആറന്മുള സീറ്റിൽ ആഗ്രഹമുണ്ടായിരുന്നു പത്മകുമാർ. അദ്ദേഹം ഈ ഒരു സംസ്ഥാന ജില്ലാ സെക്രട്ടറി ആകാനുള്ള ഒരു താല്പര്യമൊന്നും അങ്ങനെ പ്രകടിപ്പിച്ചില്ല. അങ്ങനെ ഉദയഭാനു വരുന്നു. പക്ഷെ അപ്പോഴത്തേക്കും ആറന്മുളയിലേക്ക് വീണ ജോർജ് MLA ആയ സ്ഥാനാർത്ഥിയായി വരുന്നു, ജയിക്കുന്നു, ഇപ്പോൾ മന്ത്രിയാകുന്നു. രാജു അബ്രഹാം പറഞ്ഞ പോലെ മന്ത്രി എന്ന രീതിയിൽ വളരെ മികച്ച പ്രവർത്തനം അവർ കാഴ്ചവെക്കുന്നുണ്ട്, പാർട്ടി വിലയിരുത്തുന്നുണ്ട്. അങ്ങനെയുള്ള വീണ ജോർജിനെ സംസ്ഥാന സമിതി കമ്മിറ്റിയിലെ ക്ഷണിതാവായി ഉൾപ്പെടുത്തി ഇപ്പോഴും പത്മകുമാർ താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ആ ഒരു വിഷമമാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറയുന്നു. അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും രാജിവെക്കുന്നു. താൻ ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായിരുന്നാലും ശരി അനു, ഏതായാലും അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് എത്താം. മുമ്പ് ഈ പറഞ്ഞ പോലെ വിഭാഗീയത കത്തിനിന്ന കാലത്ത് VS അച്യുതാനന്ദനെ പോലെയുള്ള മുതിർന്ന നേതാക്കളുടെ ഭാഗത്ത് നിന്നാണ് ഇത്തരം പരസ്യ പ്രതികരണങ്ങൾ, വിയോജിപ്പുകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ അങ്ങനെയല്ല എന്നുള്ളതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. നേതാക്കന്മാർ അവരുടെ വിയോജിപ്പ്, അത് പ്രത്യേകിച്ചും പത്മകുമാറിന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം ക്യാമറ മൈക്കുകൾക്ക്
നമ്മൾക്ക് മുന്നിൽ തന്നെ ഇപ്പോൾ നമ്മുടെ ക്യാമറയുടെ മുന്നിൽ തന്നെ അദ്ദേഹം നമ്മൾക്ക് നടത്തിയ പ്രതികരണം തന്നെ വളരെ രൂക്ഷമായ പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബു ചേരുകയാണ്. ശ്രീരാജ്, ഒരു വിമർശനം എന്നതിലുപരി ആരോഗ്യമന്ത്രിയെ പരിഹസിക്കുന്ന തരത്തിൽ കൂടി അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ നീളുന്നുണ്ട്. വീണ ജോർജ് SFI ആയിരുന്നു എന്ന് പറയുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തനിക്ക് കിട്ടാത്ത സ്ഥാനം ആരോഗ്യമന്ത്രിക്ക് കിട്ടി, തന്നെക്കാൾ ഒരുപാട് കാലം കഴിഞ്ഞ പാർട്ടിയിലേക്ക് എത്തി അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ച ഒരാൾക്ക് കിട്ടി എന്നുള്ളത് അദ്ദേഹത്തെ വേദനിപ്പിക്കുന്നു എന്ന് തോന്നുന്നു. അതിന് നേരത്തെ VS അനു പറഞ്ഞ പശ്ചാത്തലവുമുണ്ട്. ആറന്മുള സീറ്റിനായി അദ്ദേഹം ആഗ്രഹിച്ചിരുന്നതാണ്. ആ സ്ഥാനത്തേക്കാണ് വീണ ജോർജ് എത്തിച്ചേർന്നത്. അപ്പോൾ ആ പശ്ചാത്തലം കൂടിയാണ് അദ്ദേഹത്തെ കൊണ്ട് ഈ പരാമർശങ്ങൾ പറയിപ്പിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും പാർട്ടി ഏത് നിലയ്ക്കാണ് അദ്ദേഹത്തിന്റെ ഈ വിമർശനങ്ങളെ, പ്രതികരണങ്ങളെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ശ്രീരാജ്? തീർച്ചയായും ലക്ഷ്മി, സാധാരണഗതിയിൽ CPIM-ന്റെ മുതിർന്ന നേതാക്കളുടെ ഭാഗത്ത് നിന്നും ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ വഴിയോ മാധ്യമങ്ങൾക്ക് മുന്നിലോ ഇത്തരത്തിൽ പരസ്യ പ്രതികരണം, പരസ്യ പ്രതിഷേധമൊന്നും അറിയിക്കാറില്ല. പക്ഷേ പത്മകുമാറിന്റെ കാര്യത്തിൽ നേരെ മറിച്ചാണ് സംഭവിച്ചത്. പത്മകുമാർ ഇന്നലെ തന്നെ രൂക്ഷമായ പ്രതികരണം നടത്തിയിരുന്നു. അതിന് പിന്നാലെ ഇന്ന് രാവിലെ ഇപ്പോൾ മന്ത്രി വീണ ജോർജിനെ അതിരൂക്ഷമായി വിമർശിക്കുകയും പരിഹസിക്കുകയുമായിരുന്നു പത്മകുമാർ ചെയ്തത്. പത്മകുമാർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: മന്ത്രി വീണ ജോർജ് മുൻപ് SFI ആയിരുന്നു എന്ന് പറയുന്നു, പക്ഷേ താൻ 52 വർഷമായി ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു. തനിക്കറിയില്ല മന്ത്രി വീണ ജോർജ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുൻപ് പാർട്ടിയുമായി ബന്ധമുണ്ടായിരുന്ന ആളാണോ, ഏതെങ്കിലും ഘട്ടത്തിൽ പാർട്ടിയുമായി ചേർന്ന് നിന്ന ആളാണോ എന്ന് തനിക്കറിയില്ല എന്ന് വളരെ വ്യക്തമായി കണിശമായി പത്മകുമാർ പറഞ്ഞു വെക്കുന്നു. സാധാരണഗതിയിൽ ഈ മുതിർന്ന ആളുകളെ അവർ ഒരു ഘട്ടത്തിൽ പാർട്ടിയാണെന്ന് പറയുമ്പോൾ അവരെ പരിഹസിക്കാനായി സാധാരണഗതിയിൽ പറയാറുണ്ട്. മുൻപെങ്ങോ SFI ആയിരുന്നു എന്ന് പറയുന്നു എന്ന രീതിയിൽ പരിഹസിക്കാറുണ്ട്. അതേ പരിഹാസം തന്നെ സാധാരണഗതിയിൽ നാട്ടുമ്പുറത്തെ സാധാരണ പാർട്ടി സഖാക്കൾ നടത്തുന്ന അത്തരത്തിലുള്ളൊരു പരിഹാസം തന്നെ ഇവിടെ പത്മകുമാറും നടത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലെ പാർട്ടി ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം രാവിലെ നടത്തിയ പ്രതികരണത്തിൽ പറയുന്നത് പത്മകുമാർ പാർട്ടിക്ക് വേണ്ട ഏറെ പ്രിയപ്പെട്ട നേതാവാണ്. എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കും, നേരിട്ട് തന്നെ പത്മകുമാറിനെ കാണാൻ ശ്രമിക്കുമെന്നാണ് രാജു അബ്രഹാം പറഞ്ഞിട്ടുള്ളത്. ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് പ്രതിഷേധമുണ്ടായത് എന്നറിയില്ല. മന്ത്രിമാരെ സംസ്ഥാന സമിതിയിലെ ക്ഷണിതാവാക്കുന്നത് പതിവ് കീഴ്വഴക്കമാണെന്നും രാജു അബ്രഹാം പറയുന്നു. അതുപോലെ തന്നെ രാജു അബ്രഹാം വീണ ജോർജിനെ ശ്രീരാജ് ബാബുവാണ് വിവരങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് നൽകിയത്. പത്മകുമാറിനെതിരെ നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ളത് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താം എന്ന് തോന്നുന്നു. കാരണം അത്രമേൽ രൂക്ഷമായ പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയിരിക്കുകയാണ്. അതിനോടുള്ള വിയോജിപ്പ്, അതൃപ്തി AK ബാലനെ പോലെ ഒരു മുതിർന്ന നേതാവ് ഇന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ ആളുകൾ അവരുടെ അതൃപ്തി പരസ്യമാക്കുമോ? ഇപ്പോൾ അതൃപ്തി പരസ്യമാക്കിയവരോട് എന്ത് നിലപാടായിരിക്കും CPM സ്വീകരിക്കുക? ഇതൊക്കെ അറിയാൻ വലിയ ആകാംക്ഷയുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ എത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. VS അനുവും പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബുവാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്.